ഒരുപാട് വർഷത്തെ കരിയറിൽ ആദ്യമായാണ് നാഗാർജുന ഒരു വില്ലൻ റോൾ ചെയ്യുന്നത്. അതും രജനീകാന്തിനോടുള്ള ഒരേ ഒരു ഇഷ്ടം കൊണ്ട്. അങ്ങനെയുള്ള നാഗാർജുനയുടെ ഫിലിം കരിയറിന്റെ ഒരു ഡീറ്റെയിൽ ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ ആണ് നമ്മൾ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം വിട്ട് കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാഗാർജുനയുടെ സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണം. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. 1961 റിലീസായ ചെലുഗു നീഡലു എന്ന സിനിമയിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു നാഗാർജുന ഫിലിം കരിയർ തുടങ്ങിയത്. എന്നാൽ 1986 റിലീസായ വിക്രം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നാഗാർജുന ഒരു ഹീറോ റോൾ ചെയ്യുന്നത്. പിന്നീട് വന്ന മജ്നു, സങ്കീർത്തന പോലുള്ള സിനിമകളെല്ലാം തന്നെ ഒരു ആവറേജിൽ കുറയാത്ത വിജയമായതോടുകൂടി നാഗാർജുന ഒരു ഹീറോ ആയി മാറി. ഇതിനിടെ റിലീസായ അഘോരി പോരാട്ടം എന്നൊരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയതോടുകൂടി നാഗാർജുനയുടെ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെ തെലുങ്ക് ഓഡിയൻസ് കരുതി. എന്നാൽ ഈ സമയത്ത് ഒന്നും തന്നെ നാഗാർജുന അത്ര വലിയ മാർക്കറ്റുള്ള ഹീറോ ആയി മാറിയില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ 90s കാലഘട്ടമാണ് കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറിയത്. മണിരത്നം സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന സിനിമ വൻ ഹിറ്റ് ആക്കി മാറ്റിയെന്നത് മാത്രമല്ല, സിനിമയിലെ പെർഫോമൻസിന് നിരവധി അവാർഡുകൾ നാഗാർജുനക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നീട് വന്ന, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1990 റിലീസായ രാം ഗോപാൽ വർമ്മ എന്ന ഹിന്ദി സംവിധായകന്റെ തെലുങ്ക് സിനിമ ശിവ, ഈ ഒരൊറ്റ സിനിമയാണ് ശരിക്കും നാഗാർജുനకి ഒരു సూపర్ స్టార్ നേടിക്കൊടുത്ത് ഒരു సూపర్ స్టార్ ആക്കി മാറ്റിയത്. ముందు ముందు నేను చేసే పనులకి నన్నంతా ఒక రౌడీగా చూస్తారు. నా ఉద్దేశం వేరని నీకు మీ అన్నయ్యకి. ഈ സിനിമയിലെ നാഗാർജുനയുടെ സ്വാഗും ഓറയൊക്കെ വേറെ ലീഗിലാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ ഒരു ടിപ്പിക്കൽ സ്റ്റോറി തന്നെ, പക്ഷെ അതിൽ നാഗാർജുനെ പ്രസന്റ് ചെയ്തേക്കുന്നത് റേഞ്ച് തന്നെ വേറെയാണ്. ഈ സിനിമ വെറും ഒരു ഹിറ്റ് ആയെന്ന് മാത്രമല്ല, ഒരു ഓൾ ടൈം ഹിറ്റ് ആക്കി. ഇതുകൂടാതെ സിനിമയിലെ നാഗാർജുന വലിയൊരു ട്രെൻഡ് സെറ്റ് ആയി മാറി. ഇതേ ടീമിനെ വെച്ച്, അതായത് ഈ ഹീറോ ഹീറോയിൻ അതേ ടീമിനെ വെച്ച് രാം ഗോപാൽ വർമ്മ ഈ സിനിമ ഹിന്ദിയിലും റീമേക്ക് ചെയ്തു. मैं तुझे मारने नहीं आया, तुम्हारी तरह मुझे पीछे से हमला करने की आदत नहीं. आज के बाद इस शहर में. അതായത് തെലുങ്കിൽ വന്നു കഴിഞ്ഞ് ഹിന്ദിയിലോട്ട് റീമേക്ക് ചെയ്തപ്പം അവിടെ ഈ സിനിമ വൻ ഹിറ്റായി മാറി. ആ ഒരു ഒറ്റ സിനിമയോടെ കിട്ടിയ സൂപ്പർ സ്റ്റാറിനെ ശരിക്കും പറയുന്നത് നല്ല രീതിയിൽ നാഗാർജുന യൂട്ടിലൈസ് ചെയ്തു. അതിന്റെ ഗുണമാണ് പിന്നീട് വന്ന പ്രേമയുദ്ധം, ഇടറു ഇടറെ, നിർണയം പോലുള്ള സിനിമകളെല്ലാം വൻ ഹിറ്റാക്കി മാറി. അതിൽ ഈ നിർണയം എന്നുള്ള സിനിമ നമ്മുടെ മലയാളത്തിൽ റിലീസായ വന്ദനം എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആണ്. അതേ റീമേക്ക് അവിടെ ചെയ്തത് നമ്മുടെ പ്രിയദർശൻ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് കില്ലർ എന്നൊരു തെലുങ്ക് സിനിമയും ഇതേപോലെ നാഗാർജുന ചെയ്തു. എന്നാൽ ഈ സിനിമ മമ്മൂക്കയെ വെച്ച് മലയാളത്തിൽ ചെയ്യാൻ ഫാസിൽ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. ഫാസിൽ തന്നെയാണ് ഈ സിനിമ തെലുങ്കിലും മേക്ക് ചെയ്തത്. എന്നാൽ പോലും ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്യാൻ വെച്ച സിനിമ നാഗാർജുന ചെയ്ത് അടിപൊളിയാക്കി. ഇതൊക്കെ കൊണ്ട് തന്നെ നാഗാർജുനയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടായി. കാരണം നാഗാർജുന ഒരിക്കലും ഒരേ ടൈപ്പ് സിനിമകളെ ഫോളോ ചെയ്യുന്നില്ല. ചില സമയത്ത് കോമഡി സിനിമകൾ, ചിലപ്പോൾ റൊമാൻറ്റിക്, ചിലപ്പോൾ ഫാമിലി ഓറിയന്റഡ്, ഇതുകൂടാതെ നല്ല രീതിയിൽ ആക്ഷൻ സിനിമകൾ പുള്ളി ചെയ്യുമായിരുന്നു. പ്രസിഡന്റ് ഗിരിവെല്ലു, വരസുഡു, ഡബിൾ റോളിൽ വന്ന ഹലോ ബ്രദർ പോലുള്ള സിനിമകളെല്ലാം തന്നെ അന്ന് അവിടെ വലിയ ഓളമായി മാറി. ഖരാന ബുല്ലുഡു എന്നൊക്കെ പറയുന്ന ഒരു സിനിമയൊക്കെ അവിടെ വൻ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടാണ് ആ ടൈമിൽ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മാറിയത്. ഇതിനുശേഷം പിന്നീട് 1997 റിലീസായ അണ്ണാമയ്യ എന്നൊരു ഒറ്റ സിനിമയിലൂടെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് വരെ അവിടെ കിട്ടി. ആ സിനിമയും അത്യാവശ്യം വിജയമായിരുന്നു. പിന്നീട് അദ്ദേഹം ചെറുതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കളം മാറ്റി ചവിട്ടാൻ ശ്രമിച്ചു. പക്ഷെ അത് എഫക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. കാരണം സുസ്മിത സെന്നോടൊപ്പം അദ്ദേഹം തമിഴിൽ വന്ന് ചെയ്ത രച്ചകൻ എന്നുള്ള സിനിമ അവിടെ വൻ ഡിസാസ്റ്റർ ആയി മാറി. പക്ഷെ അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്ത അഞ്ചാറെ, അജയ് ദേവ്ഗന്റെ കൂടെ ചെയ്ത സകം, ഹരികൃഷ്ണയുടെ കൂടെ ചെയ്ത സീതാരാമരാജു എന്നീ സിനിമകളൊക്കെ തന്നെ അത്യാവശ്യം തെലുങ്ക് ഇൻഡസ്ട്രിയിലും അല്ലാതെ എല്ലാം ഇതേ നാഗാർജുനയ്ക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം അതായത് ഇദ്ദേഹത്തിന് ഈ 90s കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാറിനും അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് 2000 തുടക്ക സമയത്ത് പുള്ളിക്കാരൻ ചെയ്ത സിനിമകളെല്ലാം തന്നെ റീമേക്ക് പടങ്ങളായിരുന്നു. തുള്ളാതമനും തുള്ളും റീമേക്ക് ആയി വന്ന നുവ്വു വസ്താനി, നീ വരുവായി എന എന്ന തമിഴ് സിനിമ റീമേക്ക് ചെയ്ത നിന്നെ പ്രേമിസ്ത, ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയുടെ റീമേക്ക് ആയി വന്ന സ്നേഹമന്റെ ഇഡ്ര, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന മലയാള സിനിമയുടെ റീമേക്ക് ആയി വന്ന ബാബ നച്ചുഡു, നരസിംഹം എന്ന സിനിമയുടെ റീമേക്ക് ആയി വന്ന അധിപതി പോലുള്ള സിനിമകളെല്ലാം തന്നെ റീമേക്ക് പടങ്ങളാണെങ്കിൽ പോലും ഈ സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം റീമേക്ക് ആണ്, അല്ലെങ്കിൽ ഒരു റീമേക്ക് പടത്തെ മോശമാക്കി അങ്ങനെ ഒന്നും ചെയ്തില്ല. എല്ലാ സിനിമകളിലും നല്ല പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഈ സിനിമകളെല്ലാം അവിടെ വിജയമായി മാറി. പിന്നീട് അദ്ദേഹം ചെയ്ത റോംകോം സിനിമകൾ, അതായത് ശിവമണി, സന്തോഷം, മന്മഥുട് പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹത്തിൽ നിന്നും വീണ്ടും ഒരു റോംകോം എന്റർടൈനർ ടൈപ്പ് സിനിമകളും ഇതേ തെലുങ്ക് ഓഡിയൻസ് ഉണ്ട്. ഈ സിനിമകളെല്ലാം തന്നെ വൻ വിജയമായി. ഇതിൽ ഈ മന്മഥുട് എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ഇന്നത്തെ കാലത്ത് പോലും അവിടെ വലിയ ട്രാൻസെറ്റ് ആയി മാറിയ സിനിമയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം, അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ മാസ് സിനിമകൾ ഇറങ്ങുന്ന ടൈമിൽ പുള്ളി ഈ റൊമാൻറ്റിക് സിനിമകളും ഫാമിലി സിനിമകളും ഒക്കെ മാറ്റി
പകരം കുറെ മാസ് മസാല ഐറ്റംസ് മാത്രം ചെയ്യാൻ ശ്രമിച്ചു. 2004 റിലീസായ ലോറൻസ് സംവിധാനം ചെയ്ത മാസ് എന്നൊരു സിനിമയൊക്കെ അവിടെ ഭയങ്കര ഹിറ്റായി. ഇതുകൂടാതെ തന്നെ നാഗാർജുനയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ടാണ് അന്ന് ഈ സിനിമ മാറിയത്. എന്നാൽ ഇതേ കോംബോ വീണ്ടും ഒന്നിച്ചു 2007 ഡോൺ എന്ന പേരിൽ. ആ സിനിമ വൻ വിജയമായാലും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു ഹിറ്റായിട്ട് മാറി. ഈ സിനിമ മലയാളത്തിൽ തന്നെ ഡബ് ചെയ്തപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു. നമ്മളെ തന്നെ സിറിഞ്ചോളം എന്നുള്ള ചാനലിൽ ഓൾറെഡി ഈ സിനിമയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്, പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് വന്ന കിങ്, റഗഡ പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം മാസ് മസാല പടങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇതിൽ കിങ് എന്നുള്ള പടത്തിലൂടെയാണ് പുള്ളിക്ക് കിങ് നാഗാർജുന എന്നൊക്കെ പേരൊക്കെ വന്നത്. എന്നാൽ പിന്നീട് 2010 ശേഷം പുള്ളി സെയിം ഫോർമാറ്റ് ചെയ്യാൻ പോയത് സീനായിട്ട് മാറി. ഗ്രീക്ക് വീരുഡു, ബായി പോലുള്ള സിനിമകളെല്ലാം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വന്നെങ്കിലും സിനിമകളൊക്കെ ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെ അദ്ദേഹം വീണ്ടും 2015-16 ടൈം ആയപ്പോൾ വീണ്ടും ട്രാക്ക് മാറ്റി. അതായത് മാസ് മസാല സിനിമകളിൽ നിന്ന് മാറി ഫാമിലി സിനിമകളും ഫീൽ ഗുഡ് സിനിമകളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഒഗഡെ ചിന്നി നയന എന്ന് പറയുന്ന ഒരു സിനിമ ഇതേ നാഗാർജുന രമ്യ കൃഷ്ണ കോംബോയിൽ വന്നു. അതൊരു ഫാമിലി ഓറിയന്റഡ് സംഭവമായിരുന്നു. ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി. അതിനുശേഷം പിന്നീട് വംശിയുടെ കൂടെ, അതായത് കാർത്തി നാഗാർജുന കോംബോയിൽ വന്ന തോഴ, അവിടെ തെലുങ്കിൽ ഊപ്പിരി എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ വന്നായിരുന്നു. ഈ സിനിമയൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായി. അതായത് പുള്ളി കളം തന്നെ അങ്ങ് മാറ്റി ചവിട്ടി. അതായത് എന്നും മാസ് മസാല മാത്രം ചെയ്താൽ പോരെന്ന് പുള്ളിക്ക് മനസ്സിലായി. പിന്നീട് 2017 നമ്മുടെ പ്രേതം സിനിമയുടെ റീമേക്ക് ആയിട്ട് വന്ന രാജു ഗരിഗരി 2 ഇതുപോലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നതോടുകൂടി അദ്ദേഹം ഒരു ലൈം ലൈറ്റിൽ, അദ്ദേഹം ഒരു എന്താ പറയുക, സ്റ്റാർഡത്തിൽ തന്നെ നിന്നു. പക്ഷെ പുള്ളിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പീക്ക് ടൈം ആ സമയത്തൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് ഇതേ ശിവ എന്ന സിനിമ, അതായത് പുള്ളിക്ക് സൂപ്പർ സ്റ്റാർ നേടിക്കൊടുത്ത രാം ഗോപാൽ വർമ്മയുടെ ഒരു സിനിമയായ ഓഫീസർ എന്ന് പറഞ്ഞ സിനിമ 2018 റിലീസായെങ്കിലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് 2018 നാനി നാഗാർജുന കോംബോയിൽ ദേവദാസ് എന്നൊരു സിനിമ വന്നു. ഈ സിനിമ ആക്ച്വലി നമ്മുടെ മലയാള സിനിമയായ ഭാർഗവചരിതം 3-ാം ഖണ്ഡം എന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു. എന്തായാലും ഈ സിനിമയ്ക്കും വലിയ ഇതൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. അതിനുശേഷം പിന്നീട് മന്മഥുഡു 2 എന്ന സിനിമ വന്നു. അതായത് 2019 2002 റിലീസായ പുള്ളിയുടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു മന്മഥുഡു. ഇതിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ പോലെ, അതായത് അദ്ദേഹം ആയ കാലത്ത് ചെയ്തു വെച്ച സംഭവം വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ വന്നു. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, ദിലീപ് ചെയ്തു വെച്ച കല്യാണരാമൻ സിനിമ ഒരു സീക്വൽ പോലെ ദിലീപ് ചെയ്യാൻ നോക്കിയാൽ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യും. അതേപോലെ ആയിരുന്നു ഈ മന്മഥുഡു 2 എന്ന് പറയുന്ന സിനിമ റിലീസ് വന്നപ്പോൾ എല്ലാവരും പഴയ സിനിമ കാണാൻ പോയി കണ്ടത് ഇതായിരുന്നു. അതിന്റെ റീസെന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാമി 2 ഒക്കെ പറയാം. സാമി ചെയ്തു വെച്ച സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പം ഉണ്ടായ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. അതൊക്കെ കൊണ്ട് തന്നെ 2020 ശേഷം നാഗാർജുന ചെയ്ത പല സിനിമകളും, ഉദാഹരണത്തിന് ഗോസ്റ്റ്, പിന്നെ നാസാമി രംഗ, അതായത് നമ്മുടെ പൊറിഞ്ഞു പറയും ജോസിന്റെ റീമേക്ക് സിനിമകളൊക്കെ ഫ്ലോപ്പ് തന്നെ ആയിരുന്നു. എന്നാൽ പോലും പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റാൻ നോക്കി. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഇപ്പൊ കൂലിയിലൊക്കെ ചെയ്യുന്ന റോള്. ഇത് കൂടാതെ കുബേരയിൽ ചെയ്ത റോളും എല്ലാം അത്യാവശ്യം എന്താ പറയാ, ഹീറോ അല്ലെങ്കിൽ പോലും അത്യാവശ്യം പുള്ളിക്ക് ഒരു നല്ല പേര് കൊടുത്ത സിനിമകളായിരുന്നു. ഇത് കൂടാതെ പുള്ളി ഇത് ബ്രഹ്മാസ്ത്രയിലെ റോള്, ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ ഉണ്ടായിട്ട് പോലും ഷാരൂഖ് ഖാന് മേലെ നിൽക്കുന്ന പെർഫോമൻസ് നാഗാർജുനെ കൊണ്ട് സാധിച്ചു. അതായത് അത്രയും ഹൈലി ടാലന്റഡ് ആയ ഒരു മനുഷ്യൻ ഒരു വലിയ സ്റ്റാർഡത്തിൽ നിന്ന് താഴെ വീഴുന്ന കാഴ്ച. എന്തായാലും കൂലിയിൽ കിട്ടിയ ഈ റോള് കൊണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.